Welcome back to my YouTube channel Techwithdude. Now we will use a grass cutting machine. Grass cutting machine is our വീട്ട് പരിസരത്തൊക്കെ ഒരുപാട് പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുറത്തുനിന്നൊക്കെ ആളൊക്കെ വരാന്ന് വെച്ചാൽ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡേഞ്ചർ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാസ് കട്ട് മെഷീൻ ആയിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ എന്നെ വിളിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാസ് കട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു മെറ്റൽ റോഡാണ്. PVC പൈപ്പ് കിട്ടുകയെന്ന് വെച്ചാൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സലോ ടേപ്പാണ്. നമ്മളൊരു അത്യാവശ്യം നല്ല വൃത്തുള്ള നല്ലൊരു സലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ മെറ്റൽ റോഡിലേക്ക് ഫുള്ളായിട്ട് 2-3 കോട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സലോ ടേപ്പ് എന്തിനാണ് ചുറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. സോ ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് തന്നെ അഥവാ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ ആയാൽ ഞങ്ങൾ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു ചുറ്റൊന്നും ചുറ്റിയാൽ പോരാ, 2-3 ചുറ്റ് ചുറ്റണം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആ ഒരു അഥവാ ഷോക്ക് ഉണ്ടായാൽ തന്നെ ആ വയറിൽ തന്നെ അവിടെ നിൽക്കും. ഇത് മെറ്റൽ ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഷോർട്ടായിട്ട് ഫുള്ള് കറണ്ട് പാസ് ചെയ്ത് ഫുള്ള് സീനാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റൽ റോഡാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ PVC പൈപ്പ് ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ റോഡ് ഇതാ 2-3 പ്രാവശ്യം സലോ ടേപ്പ് ചുറ്റിയെടുത്ത് ഈ ഒരു പരിവാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ട ഇലക്ട്രോണിക് കമ്പോണൻസ് എന്തെല്ലാം നോക്കാം. അതിന് വേണ്ടി നമുക്കിത് അതേപോലത്തെ ഒരു DC മോട്ടറാണ്. 12 വോൾട്ട് കിട്ടുക വെച്ചാൽ അതായിരിക്കും ബെസ്റ്റ്. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു DC സോക്കറ്റാണ് വേണ്ടത്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇലക്ട്രിസിറ്റിയിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ പവർ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ DC ആക്കി മാറ്റി അത് മോട്ടറിലേക്ക് സപ്ലൈ ചെയ്യേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഗിയറാണ്. കുഞ്ഞു ഗിയർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗിയർ കിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാണ്ട് നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബ്ലേഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബ്ലേഡിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരൊറ്റ ബ്ലേഡിൻ്റെ ആവശ്യം നമുക്ക് ഇതിൽ ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നുള്ളൂ. ഇത്രയും കമ്പോണൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു റോഡ് ചുറ്റി വെച്ചിരുന്നു, അതെടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ മോട്ടർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എൻഡിലായിട്ട് നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് DC മോട്ടർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം, ജസ്റ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് സെറ്റാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മൾ മോട്ടറുമായിട്ട് ഒട്ടിക്കണം. അതിന് ഞങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും പ്രൊജക്റ്റ് ചെയ്യാണ്ട് നിൽക്കരുത്. പ്ലസ് ക്യൂക്കോ അങ്ങനെ നല്ല കട്ടിയുള്ള നല്ല ഉറപ്പുള്ള പക്ഷേ എന്തും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ആ മോട്ടർ സൈഡിലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സെലോ ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളകാണ്ട് ചെറിയൊരു ഷേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ ആ ഒരു മോട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിൽ വയറിംഗ് സെക്ഷനാണ് വരുന്നത്. നമ്മളിത് 2 കുഞ്ഞു വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വയറിൻ്റെ നമുക്ക് 2 അറ്റവും വയർ സ്ട്രിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളതിൽ സോൾഡറിങ് അയണില്ല. അപ്പോൾ ആ ഒരു വയർ കുറച്ച് നീളത്തിൽ തന്നെ ഞങ്ങൾ വയർ സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വയർ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ആ 2 വയറും നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന ടെർമിനലിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടാമത്തെ കണക്ട് ചെയ്യാൻ പോവാണ്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് യെല്ലോ വയറാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും കണക്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. വീഡിയോ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു DC സോക്കറ്റാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച DC സോക്കറ്റാണ്. അപ്പോൾ ഇതിന് വരുന്നത് 2 ടെർമിനലാണ് ഉണ്ടാവുക. 2 വയർ കണക്ട് ചെയ്യുന്ന 2 ടെർമിനലാണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മോട്ടറിൽ നിന്ന് വരുന്ന 2 വയർ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. സ്വിച്ച് നമുക്ക് വേറെ ആ ഒരു പവർ സോഴ്സിലേക്ക് നമുക്ക് അതിൽ വരുന്ന ആ ഒരു പവർ സോഴ്സിലേക്കാണ് ഞങ്ങൾ സ്വിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും ഞങ്ങൾ ഈ ഒരു ഉണ്ടാവുക. ഈ ഒരു മെഷീൻ്റെ ഒരു എൻജിൻ തന്നെ പറയാം. അതിനുശേഷം ഈ ഒരു DC സോക്കറ്റ് നമുക്കൊന്ന് ഉറപ്പിക്കണം. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ എടുത്ത് ജസ്റ്റ് ആ ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഇവിടെ നമുക്കൊന്ന് ഒട്ടിച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ അത് അവിടെ സെറ്റായി.
കൂടി ഞങ്ങൾ എഞ്ചിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് മാറ്റി വെക്കാം. ഇനി വരുന്നത് ഇതിൻ്റെ ബ്ലേഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇതേ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അത് 2 പീസാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 2 ഭാഗമാക്കുമ്പോൾ കയ്യിൽ തുളച്ച് കയറാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിത് 2 ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞങ്ങളിതാ 2 ബ്ലേഡാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഗിയർ എടുക്കുക. ഗിയർ നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മിഡിൽ റോഡിലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾ ഈ ഒരു ചെറിയൊരു റീഫില്ലറിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കണക്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ അത് ആ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും അതുണ്ടാവുക. ചെറിയൊരു വളവുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ നേരത്തെ എടുത്ത ബ്ലേഡ് നമുക്ക് ഗ്ലൂ ഗൺ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്താൽ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒട്ടിക്കേണ്ടത്. അതായത് ഒട്ടിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത് ഒട്ടിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് മനസ്സിലാവുന്നെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിത് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബ്ലേഡിൻ്റെ പണി നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിക്കണം ഈ ഒരു ബ്ലേഡ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ബ്ലേഡ് കയ്യിലിങ്ങ് പോരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബ്ലേഡ് നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ എടുക്കാം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ആ ഒരു കറങ്ങുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു ബ്ലേഡ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ റീഫില്ലർ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ സെറ്റായി. ഇനി വേണ്ടത് ഇതെങ്ങനെ കറങ്ങേണ്ടതെന്നാണ്. ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് ഈ ഒരു സംഭവം കറങ്ങേണ്ടത്. അതായത് നമ്മൾ ഈ ഒരു ബ്ലേഡിൻ്റെ മൂർച്ചം വരുന്ന ഭാഗം ഇവിടെയാണ്. അതിങ്ങനെയാണ് കറങ്ങേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൂർച്ചം വരുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു ബ്ലേഡ് കറങ്ങേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. 5 വോൾട്ടിൻ്റെ മോട്ടർ ആയതുകൊണ്ടാണ് 5 വോൾട്ടിൻ്റെ എടുത്തത്. അതിനുശേഷം നമ്മൾ അതിൽ വരുന്ന ഔട്ട് നമുക്ക് നേരെ DC സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു മെഷീൻ്റെ ഹാൻഡിൽ ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ബാർ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. എങ്ങനെയൊക്കെ ഉണ്ടാവും, കറക്റ്റാണോ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ കംഫർട്ടബിൾ ആണ്. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ തലതിരിച്ച് പിടിക്കാം. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഇടവിലും നടുവിലും എല്ലായിടെയും നന്നായിട്ട് പശ ആക്കിയിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കാം. വെച്ച് പശ കൊടുക്കുക, അവിടെ വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ പരിപാടി. അതവിടെ സെറ്റായി. ഇനി നമുക്ക് ഇതിൽ സലോ ടേപ്പ് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു സലോ ടേപ്പ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്താൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് പിടിച്ചിട്ട് നമുക്ക് വെർട്ടിക്കലായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് നമുക്കൊന്ന് കംഫർട്ടബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പണിയും കഴിഞ്ഞാൽ ഇതായിരിക്കും ഉണ്ടാവും. നമ്മളിതൊരു ബോക്സ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ പവർ കൊടുക്കേണ്ടിയിട്ട് ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെഷീൻ്റെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിതാ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലഗ് ഇൻ ചെയ്യാം, ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മോട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്രാസ് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്, കട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മോട്ടർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ മോട്ടർ യൂസ് ചെയ്തതാണെങ്കിൽ ഇതിലും നല്ല എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല എന്താ പറയുക, നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ ഈ ഗ്രാസ് കട്ട് മെഷീൻ എങ്ങനെയുണ്ട്, അടിപൊളിയല്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ വീഡിയോ ഇല്ലെങ്കിൽ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷെയർ ചെയ്ത് തരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താഴെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സമയ വീഡിയോസ് കാണാൻ മതി. ബൈ.